നിഫ്റ്റി സ്റ്റിൽ അതിൻ്റെ സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയ്ക്ക് കിടന്ന് ഓസിലേറ്റ് ചെയ്യുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 24,500 എന്നുള്ളത് നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. 25,200 എന്നുള്ളത് നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുമാണ്. ഈ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി പോവുകയാണെങ്കിലാണ് നിഫ്റ്റിക്ക് ഒന്നുകിൽ അപ്സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് ഒരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ FIS DS ഡാറ്റ നോക്കാം. FIS ഇന്ന് ഒരു ബൈങ് മോഡിലായിരുന്നു. വളരെ വലിയൊരു ബൈങ് എന്ന് പറയാനില്ല, എന്നാൽ പോലും ഇന്നൊരു ബൈങ് മോഡിലായിരുന്നു. 1482 കോടിയും. DIS വളരെ വലിയ പൊസിഷനിൽ 8,207 കോടിക്ക് ഇന്നൊരു ബൈങ് മോഡിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇന്ന് നിഫ്റ്റി ഒരു 100 പോയിൻറ്റിൻ്റെ അടുത്ത് അത് ക്ലോസ് ചെയ്തു എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് ഒരു പാനിക് സെല്ലിംഗ് ആണ്. ചെറിയ രീതിയിലുള്ള ഒരു പാനിക് സെല്ലിംഗ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയാം. കാരണം ഇന്നലെ വാറിൻ്റെ ടെൻഷൻ ഉണ്ടായിട്ട് പോലും മാർക്കറ്റ് കുറച്ച് റൈസായി. അത് കഴിഞ്ഞിട്ട് മിനിയാന്ന് അതിൻ്റെ ഒരു ടെൻഷൻ കാരണം കുറച്ച് റൈസായി. അപ്പോൾ ഓഫ് കോഴ്സ് ഇന്നലെ അതിൻ്റെ ഒരു ബുക്കിംഗ് വന്നു എന്നുള്ള ഒരു ചെറിയൊരു രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. സോ റീറ്റെയിലേഴ്സ് ആണ് ഇന്നലത്തെ മാർക്കറ്റിന് ഒരു പ്രഷർ കൊടുത്തതെന്ന് മനസ്സിലാവും. കാരണം FISും DISും ബൈങ് മോഡിലായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ വാർത്തയിലോട്ട് വരാം. ഇപ്പോൾ ഈ ട്രേഡ് ചെയ്യുന്ന ഒരവസ്ഥ അനുസരിച്ചിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,807, ഏകദേശം 55 പോയിൻറ്റ് താഴെയാണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നാളെ രാവിലത്തെ സിറ്റുവേഷൻസ് കറക്റ്റായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുന്നേ എങ്ങനെയാണെന്നുള്ള അറിയില്ല. എന്നാലും ഒന്നുകിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കും വരുന്നത്. വളരെ വലിയൊരു പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടാവില്ല, ബട്ട് എന്നാലും മാർക്കറ്റ് അല്പം വീക്കാണ്. ഇനി മാർക്കറ്റിൽ ഇതിൻ്റെ ഗ്ലോബൽ മാർക്കറ്റ്സിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീക്കായിട്ടാണ്. നാസ്ഡാക്ക് ഏകദേശം 1% ഫോളോ ചെയ്തിട്ടുണ്ട്. 0.91, 180 പോയിൻറ്റോളം നാസ്ഡാക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. S&P 500 ആണെങ്കിൽ ഏകദേശം 0.78% ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റ്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ കുറച്ചൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. എല്ലാവർക്കും അറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ US തമ്മിലുള്ള ഒരു കൊളാബറേഷനും അതിൻ്റെ ഭാഗമായിട്ട് ഇറാന് എതിരെ തിരിയുന്നുള്ള ആ ഒരു ഭയവും മാർക്കറ്റിലുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ 2-3 പ്രസ്താവനകളൊക്കെ ഇപ്പോൾ ന്യൂസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആ ഒരു ഗ്ലോബൽ ടെൻഷൻ ഒരു ചെറിയ ശതമാനമെങ്കിലും ഒന്ന് എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ US ഒരു കൊളാബറേഷൻ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ ഒറ്റപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഏത് നിലക്കായിരിക്കും ഈ വാർ പോകുക എന്നുള്ള ഒരു ടെൻഷനുണ്ട്. സോ അതാണ് ആ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ആ ഒരു സെൻറ്റിമെൻ്റാണ് പൊതുവെ കാണുന്നത്. അതുകൊണ്ട് മാർക്കറ്റിൽ ഒരു ചെറിയൊരു ബിയറിഷ്നെസ് ഉണ്ടാകാം. 24,600, 650 ലെവലുകളോ അല്ലെങ്കിൽ 24,500 ലെവലുകളോ ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഇൻട്രാഡേ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, മാർക്കറ്റ് വളരെ വോളറ്റൈലാണ്. പിന്നെ ഇന്ത്യ വിക്സിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഒരേ ഡയറക്ഷനിലോട്ട് അല്ലെങ്കിൽ ഒരു മോറോർലെസ് ഒരു കൺസോൾട്ടേഷൻ ഫേസ് തന്നെ ആയിരുന്നു. ഇന്ത്യ വിക്സ് കാര്യമായിട്ട് ഉയർന്നിട്ടില്ല. 14.47 ആണ്, 14.47 ഇന്ത്യ വിക്സ് നിൽക്കുന്നത്. അത് വളരെ പോസിറ്റീവ് സൈനാണ്. കാരണം ഇന്ത്യ വിക്സ് ഒരു 15-16 ലെവലിലോട്ട് പോകുമ്പോൾ ആ ഒരു ഗ്ലോബൽ ടെൻഷൻ ഉണ്ടാകും. ആ ഒരു മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി പ്രത്യേകമായിട്ടും ഈ സ്വിംഗ് ട്രേഡേഴ്സും ഇൻട്രാഡേ ചെയ്യുന്നവർ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വിക്സ് ഒരു പരിധി വരെ ഇന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. ഓക്കെ, പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് വാർത്തകളിലോട്ട് നമുക്ക് കടക്കാം. അതിൽ ഇന്നത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള വാർത്ത മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്നലത്തെ മാർക്കറ്റ് ഹവേഴ്സ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്, അതായത് ഇന്നത്തെ മാർക്കറ്റിനെ ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് വിശാൽ മെഗാമാർട്ടിൻ്റെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 10,220 കോടിയുടെ ബ്ലോക്ക് ഡീൽ നടത്തി. അത് മേജറായിട്ടുള്ള അതിൻ്റെ ബയേഴ്സ് എന്ന് പറയുന്നത് 3 മ്യൂച്വൽ ഫണ്ടുകളാണ്. SBI, HDFC, കൊട്ടക് മ്യൂച്വൽ ഫണ്ടുകളാണ്. അത് ശ്രദ്ധിക്കുക. വിശാൽ മെഗാമാർട്ടിൻ്റെ ഷെയർസുകൾ ഹോൾഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. US സ്റ്റോക്സ് ഓപ്പൺ ചെയ്തത് ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ്. അത് നെഗറ്റീവ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അത് നാളെ ഇന്ത്യൻ മാർക്കറ്റിനെയും നേരത്തെ പറഞ്ഞതുപോലെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് വേദാന്ത ഏകദേശം 7,500 കോടിയുടെ സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ് അതിൻ്റെ ബ്ലോക്ക് ഡീൽ വഴി അതിൻ്റെ ബയേഴ്സായിട്ട് വരുന്നത്. വേദാന്തിൻ്റെ ഷെയർസ് വാങ്ങിക്കുന്നവർ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി
പുതിയ IPOs വരുന്നത് സൺഷൈൻ പിക്ചേഴ്സ്, M&B എഞ്ചിനീയറിംഗ് ആൻഡ് ലൂമിനോ ഇൻഡസ്ട്രീസിൻ്റെ IPOക്ക് സെബിയുടെ ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് സൂൺ ഇൻ ടു ദി IPO ബോർഡ്. ഓക്കെ, ഒരു ഫണ്ട് റണ്ണിങ് കേസ് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, കോണ്ട് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ട് റണ്ണിങ് കേസ്. അതേപോലെ ബാസിം എന്ന് പറയുന്ന സഞ്ജീവ് ബാസിം എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്ന ഒരാൾക്കെതിരെയുള്ള ഒരു ഫ്രണ്ട് റണ്ണിങ് കേസ് സെബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 11.37 crore അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ അത് ഡെഫിനറ്റായിട്ട് നമ്മളെ ബാധിക്കുന്നൊരു കേസല്ല. ബട്ട് എന്നിരുന്നാലും ഇതേപോലത്തെ സംഭവങ്ങൾ ഇപ്പോഴും മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതേപോലെ എല്ലാവരും അലേർട്ടായിട്ടിരിക്കുക. എസ്പെഷ്യലി ഒരുപാട് ഈ പല രൂപത്തിലുള്ള സ്കാമേഴ്സ് നടക്കുന്ന കാലഘട്ടത്ത്. ഓക്കെ, ഇനി അടുത്തായിട്ട് വേറൊരു IPOയിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നൊരു ന്യൂസാണ്. ഓസ്വാൾ പംപ്സിൻ്റെ IPO 34.4 times ഓവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത് 72 രൂപയിലോട്ടുള്ള ഒരു ജമ്പ് സംഭവിച്ചിട്ടുണ്ട്. സോ ആ IPO ഡെഫിനറ്റായിട്ടും ഒരു IPO ഗെയിൻ, അതിൽ IPO കിട്ടിയവർക്ക് IPO ഗെയിൻ വരാനുള്ള ചാൻസസ് അധികമാണ്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള ന്യൂസുകൾ. ഗോൾഡിൻ്റെ പ്രൈസസിൽ ഇന്ന് ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അത് വലിയൊരു ഡിപ്പ് എന്ന് പറയല്ല, കാരണം ഗോൾഡിൻ്റെ പ്രൈസ് ഇസ്രായേൽ-ഇറാൻ ഇഷ്യൂ കാരണം വളരെ നന്നായിട്ട് ഹൈക്കായിരുന്നു. അതൊന്ന് കുറച്ചൊന്ന് സെറ്റിലായി എന്നേ പറയാനുള്ളൂ. സോ നാളത്തെ മാർക്കറ്റ് നോക്കാം. ഡെഫിനറ്റ്ലി ഒരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും. അവിടുന്ന് മാർക്കറ്റ് ഏത് ഡയറക്ഷനിൽ പോകുന്നു എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. 24,500 ഓഫ്കോഴ്സ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നു. 25,200 വരെ മാക്സിമം നിഫ്റ്റിക്ക് പോകാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് ഓവറോൾ ഒരു ബുള്ളിഷാണ്. പക്ഷേ ഗ്ലോബൽ ക്യൂസിൽ വരുന്ന നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് നിഫ്റ്റിനെ കുറച്ചെങ്കിലും ഒരു ഡ്രാഗ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ലാസ്റ്റ് 5 to 6 ആയിട്ട് നിഫ്റ്റി ഒരു ടൈം കറക്ഷനിലാണ്. ഒരിക്കലും ഒരു ബിയറിഷ് ട്രെൻഡിലൂടെ നിഫ്റ്റി പോയിട്ടില്ല. നോക്കാം നാളെ എങ്ങനെ മാർക്കറ്റ് വരുന്നു എന്നുള്ളത്.